എനിക്കൊരു ടിപ്പ് പറഞ്ഞ് പണ്ടത്തെ ഒരു ഓർമ്മ എന്തുവന്നറിയോ, ഉപ്പ് പൊടി ഇട്ടിട്ടേ ഈ ദോശക്കല്ലിൽ തേക്കണം. ഇത് അല്ലാതെ തന്നെ ഉണ്ടാക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവയാണ് ഇത്. ഇവിടെ ദോശക്കല്ലൊന്നും ഇല്ല ഗായ്സ്. ഞാൻ എന്നിട്ട് ഇച്ചിരി ഉപ്പ് നീരാണ് ഇവിടെ ഉള്ളത്, ഉപ്പ് പൊടിയില്ല. ഉപ്പ് നീര് വെച്ചൊന്ന് തടവി ഗൈസ്. ദോശയുടെ കൂടെ കുക്കുംബർ അരിഞ്ഞ് ഇച്ചിരി ഉപ്പിട്ടത്. നാരങ്ങ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ഗൈസ്, നോക്കാൻ പാടാം. ഇച്ചിരി എനിക്ക് തോന്നുന്നു ഇച്ചിരി പാടാണ് ഇത് ഇളക്കാൻ. ഇത് തവയതിനെ കൊണ്ട് ഇളക്കി എടുക്കട്ട് ഗൈസ്. സത്യം പറയാൻ ഭയങ്കര എഫേർട്ടിന് ശേഷമാണ് ഇത് കമത്താൻ പറ്റിയത്. ചമ്മന്തി ഒഴിക്കട്ട് ഗൈസ്. ഡാഡിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടം. ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ. ഡാഡിക്ക് ഇതങ്ങ് കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഗൈസ് ഈ ദോശയൊക്കെ വെച്ചു കേട്ടോ. ദോശയൊക്കെ ചുട്ടി ഇനി അടുത്ത് ഇഡ്ഡലി വെക്കാം. ഡാഡിക്ക് ദോശ കൊടുത്തു. ഇനി ബാക്കിയുള്ളത് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടേക്ക് ഗൈസ്. ഇതങ്ങ് ഇഡ്ഡലി ആക്കാമെന്ന് വെച്ച്. അപ്പോൾ ശരിക്കും ദോശയുടെ വരുമോ ഇനി ഇഡ്ഡലി ആവുമോ ഡുഡലി ആവുമോ എന്ന് അറിയത്തില്ല ഗൈസ്. എനിവേ നമുക്ക് വെച്ച് നോക്കാം. കണ്ട വെള്ളമായി എൻ്റെ വരുവം തെറ്റാണ് ഗൈസ്. ഇതാ ഇഡലി 2 എണ്ണം ആരോ കട്ടു. മീൻസ് ഞാൻ എടുത്തു ഗൈസ്. ഇതിനകത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇത് ചമ്മന്തി. അയ്യോ എൻ്റെ പൊന്നെ, സൂപ്പർ ചമ്മന്തിയുടെ ഡാഡിന്ന് ഷോ ഗൈസ്. കടുവൊക്കെ വറുത്ത് വെച്ചിരിക്കുക. എന്നിട്ട് വീണ്ടും ഞാൻ ഒന്നുകൂടെ ചൂടാക്കിയതാണ്. അപ്പം നമ്മുടെ വീട്ടിലെ കറിവേപ്പിലൊക്കെ ഇടുമ്പോഴുണ്ടല്ലോ ഗൈസ്, നല്ല സെറ്റാവും. അങ്ങ് അടച്ചു വെച്ചില്ലെങ്കിൽ പണി അങ്ങ് കിട്ടും, തിളച്ചങ്ങ് മറിയും. ഓഫാക്കി ഗൈസ്. അപ്പോൾ ഇന്ന് ഇഡലി ചമ്മന്തി ഇതിലിരിപ്പുണ്ട് ഗൈസ്. ഇഡലി കണ്ട ഒന്ന് ചൂടാവട്ടെന്നും പറഞ്ഞ് ഞാനേ എടുത്തു വെച്ചതായിരുന്നു. ഭയങ്കര ചൂടാണ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഗൈസ്. എൻ്റെ പണികൾ ഇതൊക്കെയാണ്. ഇതൊന്നും എനിക്കറിയാൻ വയ്യാത്ത ഒരാളാണ് ഗൈസ്. ഞാൻ എൻ്റെ ഒരു ലോജിക്ക് വെച്ചിട്ടങ്ങ് ചെയ്യുക ഇതെല്ലാം. അപ്പോൾ ഗൈസ് ഞാൻ ഈ ഇഡലിത്തട്ടത്തിലെ വെള്ളമൊക്കെ എടുത്ത് കളഞ്ഞു. അല്ലെങ്കിൽ പിന്നീട് ഇത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അതിൻ്റെ ആവി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും ഗൈസ്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് അങ്ങ് അടച്ചു വെച്ചാലേ ആവശ്യത്തിനടുത്ത് ചൂടാക്കി കഴിക്കാം ഗൈസ്. അപ്പോൾ ഇതൊക്കെയുള്ളൂ. ഞാൻ എൻ്റെ ദോശ ഇഡലിയും എൻ്റെ വെജ് കറിയൊക്കെ ആയിട്ട് ഒരു പിടി പിടിക്കട്ടെ ഗൈസ്. ഓക്കെ ബൈ. ഇന്നത്തെ ലഞ്ച് ഇതാ.